ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശ്ശൂർ ജില്ലയിലെ അവസാനത്തെ വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കാപ്രിക്കാട് മുതൽ മണത്തല വരെയുള്ള ദേശീയപാത 66 വർക്കുകൾ പൂർത്തിയായ സ്ഥലത്ത് എവിടേക്കാണ് എൻട്രിയും എക്സിറ്റും എന്ന് വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഇതേമാതിരി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ദേശീയപാത 66 വികസനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ 2 റീച്ചുകളാണ്. ഒന്ന് കാപ്രിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരും. ഏകദേശം 62 കിലോമീറ്ററാണ് ഈ 2 റീച്ചുകൾ തമ്മിൽ വരുന്നത്. ശിവാലയ കൺസ്ട്രക്ഷനാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് മണത്തല ജംഗ്ഷൻ മുതൽ നമ്മൾ കാപ്രിക്കാട് വരെയാണ് പോകാൻ പോകുന്നത്. അവിടെയുള്ള എക്സിറ്റും എൻട്രി നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ മണത്തല ജംഗ്ഷനിലായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മണത്തലയിൽ നിന്നും ചാവക്കാടേക്ക് പോകുന്ന കൊണ്ടുപോയിട്ടോ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറുഭാഗത്ത് പിന്നീട് പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 98% വർക്കുകൾ മണത്തല മുതൽ കാപ്രിക്കാട് വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ സർവീസ് റോഡിന്റെ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ലൈൻ മാർക്കിങ്ങും സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകളും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈൻ മാർക്കിംഗ് ശേഷം പൂർത്തീകരിച്ചിട്ടുമുണ്ട്, എൻട്രിയും എക്സിറ്റും മാർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ മണത്തലിൽ നിന്നും നമ്മൾ നേരെ കാപ്രിക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു ഭാഗത്ത് എൻട്രിയും ഒരു ഭാഗത്ത് എക്സിറ്റും വന്നിട്ടുണ്ട്. ഇപ്പോൾ കാപ്രിക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ചാവക്കാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വലത് ഭാഗത്ത് വെച്ചാൽ മണത്തല അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചാവക്കാട് ടൗൺ വഴി ഗുരുവായൂരിലേക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂരിൽ വരുന്ന ആളുകൾക്ക് നേരെ ചാവക്കാട് വഴി വന്നിട്ട് നേരെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഭാഗത്തേക്കും ശ്രദ്ധിച്ച് എൻട്രിയും എക്സിറ്റും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ കറങ്ങി പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈൻ ബോർഡിൽ ആ സമീപത്തുള്ള പ്രദേശത്തിൻ്റെ അവിടെ ഒരു ചെരിഞ്ഞ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സിറ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ആറുവരിപ്പാതയിൽ നിന്നും. അപ്പോൾ നമ്മൾ കാപ്രിക്കാട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മണത്തല എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. ഗുരുവായൂർ ചാവക്കാട് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് സൈൻ ബോർഡുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ മാർക്കിങ്ങും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തതായിട്ട് വരുന്നത് ഒരു അണ്ടർപാസ് കൂടി വന്നിട്ടുണ്ട്. അത് കാണങ്കോട് LP സ്കൂളുണ്ട്. എന്ന് വെച്ചാൽ വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻഭാഗത്തൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പം ഒരു ഭാഗത്ത് മാത്രമേ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ ആറുവരിപ്പാതയിലേക്ക് മാത്രം. പക്ഷെ അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും ഇപ്പോൾ പണികൾ പൂർത്തീകരിച്ച് വന്ന സമയത്ത് സർവീസ് റോഡിലേക്കും അതിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മണത്തല മുതൽ കാപ്രിക്കാട് വരെ ഉള്ളതിൽ 3 FOB വന്നിട്ടുണ്ട്. അതൊന്ന് വന്നിരിക്കുന്ന മണത്തല ഭാഗത്താണ്. ചെനീജ് നമ്പർ 349 to 350 ഇടയിലായിട്ടാണ് FOB വരുന്നത്. എന്നാലും ഈ അടുത്ത് തന്നെ ഈ ഭാഗം പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശിവാലയ കൺസ്ട്രക്ഷന്റെ വർക്ക് ആദ്യം വളരെ സ്ലോ ആയിരുന്നു, പിന്നീട് വളരെയധികം വേഗതയിൽ പണികൾ പൂർത്തിയാക്കിട്ടോ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഭാഗത്തെ ശേഷം ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ റീച്ചിലാണ്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പം ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് തിരുവത്ര കേട്ടോ. അപ്പോൾ തിരുവത്ര ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ചാവക്കാട് ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട്. കണ്ട് നിങ്ങൾ ഇടത് ഭാഗത്ത് ഒരു എൻട്രി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സിറ്റ് മറുഭാഗത്തും ഉണ്ട് കേട്ടോ. നമ്മൾ മണത്തല കഴിഞ്ഞിട്ട് പിന്നീട് തിരുവത്ര ഭാഗത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എവിടേക്കാണ് എൻട്രി എക്സിറ്റും വന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും വീഡിയോസ് പറയുന്ന കാര്യമാണ്, 2022 മുതൽ ഞാൻ ദേശീയപാത 66 വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നുള്ള നമ്മളെ റോഡും ഇന്നുള്ള റോഡും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നേരെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അതിൽ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അന്ന് എങ്ങനെയായിരുന്നു ഈ ഭാഗം എന്നുള്ളതും ഇപ്പം ദേശീയപാത 66 വികസനം വന്നപ്പോൾ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് എവിടെയും തുറന്നു കൊടുത്തില്ല. പല സ്ഥലത്തും പണികൾ നടക്കുന്നതുകൊണ്ട് ഡൈവേർഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാഹനങ്ങൾ സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനീൻ്റെ. പക്ഷെ ആ ഗ്യാപ്പിൽ കൂടെ പലരും വാഹനം ഓടിച്ചു പോയിട്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഡൈവേർഷൻ കൊടുത്ത സ്ഥലങ്ങളിൽ പല സ്ഥലത്തും ക്രാഷ് ബാരൽ പിന്നെയും വെച്ചിട്ടുണ്ട്. അവിടെ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടാവുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പണികൾ പൂർത്തിയാകാത്ത റോഡുകൾ കൂടെ നിങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോലും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല. ഇനി അടുത്തതായിട്ട് വരുന്നത് എടക്കഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ എടക്കഴിയൂർ ഭാഗത്തും ഒരു FOB ഉണ്ട്. കാതട മേൽപ്പാലം വരുന്നുണ്ട്. അപ്പം വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടക്കഴിയൂർ ഭാഗം ഒരു പഞ്ചവടി ബീച്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരു മറൈൻ വേൾഡ് എന്ന് പറഞ്ഞ ഒരു എക്കോറിയൊക്കെ ഉണ്ട്. അവിടത്തേക്ക് പോകേണ്ട ആളുകൾ ഇനി എവിടെ എക്സിറ്റ് എടുക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഈ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് തിരുവത്ര അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എടക്കഴിയൂർ അണ്ടർപാസ് വരുന്നത്. ഈ എടക്കഴിയൂരൊക്കെ ബമ്പം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കുള്ളൊരു ടൗൺ ആയിരുന്നു എടക്കഴിയൂരൊക്കെ. അതൊക്കെ ഇപ്പം പൂർണ്ണമായിട്ട്
എന്താ പറയുക, ഒരു അണ്ടർപാസ് കൊണ്ടാണ്ട് രണ്ടായി വേർതിരിച്ച മാതിരി ആയിട്ടുണ്ട്. കാരണം അത്രയും നീളത്തിലാണ് അതിൻ്റെ അണ്ടർപാസും അതുപോലെ തന്നെ അതിൻ്റെ അപ്രോച്ചോടും വന്നിരിക്കുന്നത്. കണ്ട ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ, മറുഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോലെ തന്നെ ഈ എടക്കഴിയൂർ പഞ്ചവടി ഭാഗത്തായിട്ട് മറൈൻ വേൾഡ് ഉണ്ട്. പണ്ടൊക്കെ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് മറൈൻ വേൾഡ് ഭാഗത്തേക്ക് വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, കുറേ കുട്ടികളായിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവരുടെ ബസ്സുകളൊക്കെ റോഡ് സൈഡിലായിരുന്നു പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എന്തായാലും പണി പൂർത്തിയായ സമയത്ത് അങ്ങനത്തെ ഒരു പാർക്കിങ്ങിന് ഈ ഭാഗത്ത് സ്ഥലമില്ല. ഇനി എടക്കഴിയൂർ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ആരൊക്കെയാണ് എക്സിറ്റ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടക്കഴിയൂർ പോകുന്ന ആളുകൾ, പഞ്ചവടി ബീച്ച് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ മറൈൻ വേൾഡ് പോകുന്ന ആളുകളും, പിന്നെ അതുകൂടാതെ മന്നലാംകുന്ന് ഭാഗത്തേക്ക് പോകുന്ന ആളുകളും ഇവിടെ നിർബന്ധമായിട്ടും എക്സിറ്റ് എടുത്തിരിക്കണം. ഈ മന്നലാംകുന്ന് ബദർപള്ളി ഭാഗത്തേക്ക് പോകുന്നവർ ഇവിടെ എക്സിറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നീട് എക്സിറ്റ് എടുക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പാളി ഭാഗത്താണ് പിന്നീട് എക്സിറ്റ് എടുക്കുക. കാരണം മന്നലാംകുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നീട് എക്സിറ്റ് വരുന്നത്. ഇപ്പൊ എടക്കഴിയൂരും അതുപോലെ തന്നെ നമ്മളെ മറൈൻ വേൾഡിലൊക്കെ വന്ന ആളുകൾക്ക് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എടക്കഴിയൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു എൻട്രി ഉണ്ട് ആറുവരിപ്പാതയിൽ കേട്ടോ. അതുവഴി നിങ്ങൾക്ക് നേരെ പോകാൻ സാധിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ എടക്കഴിയൂർ ടൗൺ ഒന്നും കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും മാറ്റം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷം 3 വർഷം മുൻപൊക്കെ ഗൾഫിൽ പോയ ആളുകൾ പിന്നീട് വരുന്ന സമയത്ത് ഈ ഭാഗം കണ്ടാൽ പോലും നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയില്ല. കാരണം അത്രത്തോളം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഒരു അണ്ടർപാസും അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡും കൊണ്ട്. എന്നാലും വർക്കുകളൊക്കെ ഇവിടെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. സർവീസ് റോഡിന്റെ പണികൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില ഭാഗത്ത് ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫിറ്റിംഗ് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എടക്കഴിയൂർ അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ട് നിങ്ങൾ വലത് ഭാഗത്ത് ചെറിയ തോതിൽ ഒരു സർവീസ് റോഡിന്റെ പണി നടക്കാണ്ട്. എന്നാലും ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് 98% മണത്തല മുതൽ കാപ്പിരിക്കാട് വരെയുള്ള വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടക്കഴിയൂർ ഭാഗത്ത് ഒരു FOB വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിനേജ് നമ്പർ 345 അതുപോലെ തന്നെ 346 ഇടയിലാട്ടോ. എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. പല സ്ഥലത്തും ഇങ്ങനെ FOBകൾ പാസ്സായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പണികൾ ആരംഭിക്കാത്ത കുറേ സ്ഥലമുണ്ട് കേട്ടോ. നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇതുപോലെ FOB കുറേ പാസ്സായിട്ടുണ്ടെങ്കിൽ എവിടെയും പണികൾ ആരംഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ പണികൾ കുറേ നടന്നിട്ടുണ്ട്. അത് ബൈപ്പാസിൽ മാത്രമേ ഉള്ളൂ. വടനപ്പള്ളി ബൈപ്പാസിൽ 2 FOBന്റെ പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ എത്തുമ്പോൾ നമ്മൾ അന്തം വിട്ടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തിയാക്കാത്ത റോഡിൽ വരെ FOBന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാപ്പിരിക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് എടക്കഴിയൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിറ്റ് എടുക്കണം കേട്ടോ. ഇവിടെയാണ് എക്സിറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ എക്സിറ്റ് എടുത്തിട്ട് നേരെ പോയിട്ട് എടക്കഴിയൂർ അണ്ടർപാസ് വഴി കറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെ പഞ്ചവടി ബീച്ച് അതുപോലെ തന്നെ മറൈൻ വേൾഡിലൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പണ്ടൊക്കെ ഈ റോഡിൽ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എടക്കഴിയൂർ ടൗണിൻ്റെ ഒരു ഭാഗത്തായിട്ടായിരുന്നു ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവിടെ നിന്നാണ് മറൈൻ വേൾഡിലേക്കുള്ള വണ്ടി വരും കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും പോയിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും ബസ്സുകളൊക്കെ വേറെ സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നത്. എന്തായാലും വമ്പ മാറ്റമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജനങ്ങൾ 6 വരി പാത നടന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. അവരടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപകടം സംഭവിക്കും മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്ത് അപകടം സംഭവിച്ചാലും, പെഡസ്ട്രിയൻ എന്ത് അപകടം സംഭവിച്ചു കഴിഞ്ഞാലും ഒരു കാര്യം ആരടുത്തും പോയി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് നമ്മളെ മറൈൻ വേൾഡ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും നമ്മളെ FOB വരിക. കാരണം ചെയിനേജ് നമ്പർ 345 346 വരുന്ന ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാതിൻ്റെ മുകളിൽ നമ്മൾ ഒരിക്കലും ബസ് കാത്ത് നിൽക്കാൻ പാടില്ല. നിങ്ങൾ നിൽക്കേണ്ടത് സർവീസ് റോഡിലാണ് ബസ് സ്റ്റോപ്പുകൾ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഒരു പയ്യൻ റോഡ് ഇതാ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ക്രോസ് ചെയ്തിട്ട്, കാരണം ഇതിൻ്റെ മുകളിൽ എന്ത് അപകടം സംഭവിച്ചാലും ആരെടുത്ത് പോയിട്ടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദേശീയപാത 66ന്റെ മുകൾ ഭാഗത്ത് ഓട്ടോറിക്ഷ, ബൈക്ക്, ട്രാക്ടർ, പിന്നെ പെഡസ്ട്രിയൻ ഇവരൊരിക്കലും കയറാൻ പാടില്ല. പക്ഷെ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തിയാകാത്തതുകൊണ്ട് മാത്രമാണ് പലരും ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പോൾ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ എന്തായാലും അത് ഒറ്റയടിക്ക് നിൽക്കുന്നതായിരിക്കും. പിന്നെ അതിനനുസരിച്ചൊക്കെ ഫൈൻ വരികയായിരിക്കും. ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ പല സ്ഥലത്തും ബോർഡ് സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ഒറ്റേനി അണ്ടർപാസ്. ഈ ഒറ്റേനി അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടൊക്കെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ലൈൻ ബസ്സുകൾ ആറുവരിപ്പാതിൽ കയറി പോകുന്നത് കേട്ടോ. എല്ലാ സമയത്തൊക്കെ നേരെ അവർ സർവീസ് റോഡുകളുടെ പല ഭാഗത്തോടും കടന്നു പോകുന്നുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും പരമാവധി നിങ്ങൾ ആറുവരിപ്പാതിന് മുകളിൽ ബസ് കാത്തു നിൽക്കാതിരിക്കുക, സർവീസ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുക. ഈ അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആറുവരിപ്പാതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബൈക്ക് ഓടിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ എത്രത്തോളം അപകടമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ആണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ കാരണം മറ്റുള്ളവർ പോലും അപകടത്തിൽ പെടുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തായാലും പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സർവീസ് റോഡൊന്നും ആയിരിക്കില്ല. സർവീസ് റോഡൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബസ് സ്റ്റോപ്പുകളുടെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് വരുന്ന അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലാട് ബദർപള്ളിൻ്റെ അവിടെ കേട്ടോ. ഈ അകലാട് ബദർപള്ളിൻ്റെ അവിടെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മന്നലാംകുന്ന് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എടക്കഴി അണ്ടർപാസ് എത്തുമ്പം നേരെ ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. അതാണ് ഇവിടെ സംഭവം. ഒരു സ്ഥലത്തും ഇവിടുന്ന് പിന്നെ എക്സിറ്റ് ഇല്ല. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് 6 വരി പാതയിലേക്കുള്ള എൻട്രിയാണ് ഉള്ളത്. കണ്ട് ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ സർവീസ് റോഡിൽ നിന്നും 6 വരി പാതയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. വലതുഭാഗത്തും ഇതേമാതിരി തന്നെ സർവീസ് റോഡിൽ നിന്നും 6 വരി പാതയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി എന്ന് വെച്ചാൽ പാപ്പാളി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ 6 വരി പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എൻട്രി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട, കാരണം എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ വരുന്നതിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ഭാഗത്തെ പേരാണ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ആരോ മാർക്ക് ചെരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു എക്സിറ്റ് വരുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കണം. പിന്നീട് ഇവിടുന്ന് ഒരു മിനി ബൈപ്പാസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് ഇടത് ഭാഗത്ത് കൂടെ ഇരുന്ന് പഴയ റോഡ് കടന്നു വരുന്ന മന്നലാംകുന്ന് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ മന്നലാംകുന്ന് പള്ളിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ബീച്ചൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നതാണ്, ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ. അപ്പോൾ അവരൊക്കെ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾ എങ്ങനെയാണ് എക്സിറ്റ് എടുക്കേണ്ടതും എൻട്രി എടുക്കേണ്ടതെന്നൊക്കെ. പിന്നീട് ഇവിടുന്ന് ഒരു മിനി ബൈപ്പാസാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ തൃശ്ശൂർ റീച്ചിൽ 8 ബൈപ്പാസുകളാണ് ശരിക്കുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പോൾ പറഞ്ഞാൽ ചാവക്കാട് ബൈപ്പാസ്, പിന്നെ വടനപ്പള്ളി ബൈപ്പാസ്, തൃപ്രയാർ വേലപ്പാട് ബൈപ്പാസ്, ചന്ദ്രപ്പിനി ബൈപ്പാസ്, പിന്നെ മൂന്നുപിടി പെരിഞ്ഞനം ബൈപ്പാസ്, പിന്നെ മതിലകം ബൈപ്പാസ്, കൊടുങ്ങല്ലൂർ ബൈപ്പാസ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബൈപ്പാസ് ഇവിടെ ഉണ്ട്, മന്നലാംകുന്ന് ബൈപ്പാസ്. അതുപോലെ തന്നെ കുറേ നാൾ ഈ ഭാഗത്തൊരു വർക്ക് പെൻഡിങ് ആയിരുന്നു. കാരണം ഇവിടെ ജോയിനിങ് വരുന്നുണ്ട് ഈ മന്നലാംകുന്ന് ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ വർക്കായിരുന്നു പെൻഡിങ് ആണ്. ബാക്കി എല്ലാ സ്ഥലത്തും വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് ബദർപള്ളി മുതൽ നേരെ പാപ്പാളി ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂൾ വരെ ഫുള്ളായിട്ട് 6 വരിപ്പാതയുടെ ടാറിങ്ങും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് വരെ ആദ്യം കഴിഞ്ഞിരുന്നു. 2 ഭാഗത്തുള്ള സർവീസ് റോഡും കഴിഞ്ഞിരുന്നു. ആയിക്കോടൊക്കെ വാഹനം ഓടി തുടങ്ങിയിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ മന്നലാംകുന്ന് ഭാഗത്ത് ഒരു FOB വരുന്നുണ്ട്. അത് വരുന്ന സ്ഥലം ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനേജ് നമ്പർ 339ൻ്റെയും അതുപോലെ തന്നെ 600ൻ്റെ ഇടയിലാട്ടോ വരുന്നത്. അപ്പം നിങ്ങൾ ഈ ചൈനേജ് നമ്പർ 339 + 600 എന്നൊക്കെ പറയാം. അതെന്താ സംഭവം? ഈ 339 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലപ്പാടിൽ നിന്നും ഇവിടം വരെ 339 കിലോമീറ്ററാണ് അർത്ഥം. ഈ 600 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മീറ്റർ, ഇപ്പം 100, 200, 300, 400, 500, 600 അങ്ങനെയാണ് കണക്കാണ്. 100 ഒരു 1000 മീറ്റർ ആകുമ്പോഴാണ് ഒരു കിലോമീറ്റർ ആവണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കണക്കാണ് 600 കേട്ടോ. ഈ ചൈനേജ് നമ്പർ നമ്മൾ ദേശീയപാത 66 സഞ്ചരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം നമ്മളെ വാഹനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ടോൾ ഫ്രീ നമ്പറായ നാഷണൽ ഹൈവേൻ്റെ ടോൾ ഫ്രീ നമ്പറായ 1033 വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നമ്പറാണ് ഈ ചൈനേജ് നമ്പർ. അത് ഈ സൈഡിൽ ഉണ്ടാവും, ക്രാഷ് ബാറിൻ്റെ അവിടെ കണ്ടാവും. അതാണ് വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് മന്നലാംകുന്ന് പഴയ റോഡ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് മന്നലാംകുന്ന് ബീച്ചും അതുപോലെ തന്നെ മന്നലാംകുന്ന് പള്ളിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിരുന്നു റോഡ് ആദ്യം പണികൾ പൂർത്തീകരിച്ചിരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തെങ്കിലും പണികൾ പൂർത്തീകരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാപ്പാളി വരുന്നത്. ഈ പാപ്പാളി ഒരു ബീച്ചുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒരു എക്സിറ്റ് കണ്ടോ? നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പം നേരത്തെ നമ്മൾ ഇറങ്ങാൻ ഇടക്കഴി ഭാഗത്തൊക്കെ ഇറങ്ങാൻ മറന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് എടുക്കാം. എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പഴയ റോഡിലേക്ക് വരും. അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് മന്നലാംകുന്ന് ബീച്ചിലേക്കും അതുപോലെ തന്നെ മന്നലാംകുന്ന് പള്ളിയിലേക്കൊക്കെ പോകാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഒരു FOB വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം അപകടത്തിൽപ്പെട്ടാലോ എന്തൊരു സംഭവം ദേശീയപാതയിൽ വെച്ച് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാലും 1033 എന്ന ടോൾ ഫ്രീ നമ്പറിൽ പറഞ്ഞു കൊടുക്കേണ്ട നമ്പറാണ് ഈ ചൈനേജ് നമ്പർ. അല്ലാതെ അവിടെ ഇരിക്കുന്ന അധികം ഹിന്ദിക്കാരായിരിക്കും. അവർക്ക് നമ്മൾ പാപ്പാളി അതുപോലെ തന്നെ മന്നലാംകുന്ന് ഇടക്കഴി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവിടെ ചൈനേജ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതാണ്. ഈ പാപ്പാളി ഒരു സ്കൂളുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നാവോ? എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ ആ സ്കൂൾ കാണിച്ചിരുന്നു. ആ സ്കൂളൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടാണ് 6 വരിപ്പാതയുടെ വൈഡനിങ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ എത്ര രസമായിട്ടുണ്ട് നമ്മളെ ഈ റോഡുകളില്ലേ. എന്തായാലും പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ റോഡുകൾ ഇതേമാതിരി ആയിരിക്കും. പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ ഏകദേശം 4 വരിപ്പാത മാത്രമേ ഉള്ളൂ. ആ 4 വരിപ്പാത അല്ലെങ്കിൽ 2 വരിപ്പാതയിലൂടെ മാത്രമേ നമ്മൾ വാഹനം ഓടിച്ചിട്ടുള്ളൂ. ഇതുവരെ പുറത്ത് പോയ ആളുകളും 6 വരിപ്പാതയിലും 8 വരിപ്പാതയിലും 10ഉം 14 ഓടിച്ചിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിലുള്ള ജനങ്ങൾ അധികം ഓടിച്ചിരിക്കുന്നത് 4 വരിപ്പാതയിലാണ്. അപ്പോൾ ഇനി 6 വരിപ്പാതയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറേ നിയമങ്ങളുണ്ട്. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വാഹനം ഓടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ദേഷ്യം വെച്ചിട്ട് 6 വരിപ്പാതയിൽ കൂടെ വാഹനം ഓടിക്കില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കണം. കാരണം 80-100 കിലോമീറ്ററൊക്കെയാണ് നമ്മുടെ ദേശീയപാത 66 പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാല് ആക്സിലേറ്റർ ഇങ്ങനെ വെക്കുമ്പം ആ മീറ്റർ ബോർഡിൽ അടക്കം നോക്കണം. കാരണം 100ൻ്റെ മുകളിൽ ഒരിക്കലും നമ്മൾ വാഹനം ഓടിക്കരുത് കേട്ടോ. കാരണം ചിലപ്പോൾ പിടിച്ചാൽ കിട്ടുകയില്ല, പിന്നെ ഫൈൻ വരാനും സാധ്യതയുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ തന്നെ പോകണമെന്നില്ല. കാരണം അത്രയും നല്ല റോഡുകളാണ് സമയത്ത് നമ്മൾ ഏകദേശം 80 കിലോമീറ്റർ പോയാൽ തന്നെ നമുക്ക് വലിയ താമസം കൂടാതെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് വളരെ സുഖമായിട്ട് എത്താൻ സാധിക്കും. അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയില്ല, ഇപ്പം ടോള് കോഴിക്കോടും അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലും ടോൾ ഓപ്പൺ ആയിട്ടുണ്ട്. മാഹി ബൈപ്പാസിന് മുകളിൽ ടോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അടുത്ത് വരാൻ പോകുന്നത് നാട്ടികയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ. അതിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് അണ്ടത്തോട് അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി കുറച്ച് നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോൾ പ്ലാസന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നുപോയി. ഇപ്പം 60 കിലോമീറ്റർ കൂടുമ്പോഴാണ് ടോൾ പ്ലാസ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെട്ടിച്ചിറ മുതൽ നമ്മളെ ഏകദേശം കാപ്പിരിക്കാട് വരെ പൂർണ്ണമായിട്ട് മലപ്പുറം ജില്ലയിലെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കാപ്പിരിക്കാട് മുതൽ മണത്തല വരെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ചാവക്കാട് ബൈപ്പാസ്, വാടനപ്പള്ളി ബൈപ്പാസ് മാത്രമേ പണികൾ പൂർത്തീകരിക്കാനുള്ളൂ. അതിന്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നാട്ടിലുള്ള ടോൾ പ്ലാസ തുറക്കുന്നതായിരിക്കും. ഇപ്പോൾ പണികൾ പൂർത്തിയായ ദേശീയപാതയിൽ 2 ടോൾ പ്ലാസയാണ് ഈ അടുത്ത് ഓപ്പൺ ആയിരിക്കുന്നത്. ഒന്ന് കോഴിക്കോട് ജില്ലയിലെ പന്തീരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 130 രൂപയും, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 130 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ആനുവൽ പാസ് ഉണ്ട്, 3000 രൂപയാണ് ആനുവൽ പാസ്. 200 ടോളുകൾ 15 രൂപ എന്ന തോതിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേന്റെ ടോളുകൾ കവർ ചെയ്യാൻ സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ 20 കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകൾക്ക് പ്രത്യേക പാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാസ്ടാഗ് എടുക്കുക എല്ലാവരും. ഫാസ്ടാഗ് എടുത്തിട്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അടുത്ത എൻട്രിയും എക്സിറ്റും വന്നിരിക്കുന്നത് ഇവിടെയാണ്. ആറുവരിപ്പാതയിൽ നിന്നും എക്സിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എൻട്രി കൊടുത്തു. ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ KNRCയുടെ റീച്ചാണ്. തങ്ങൾപ്പടി കഴിഞ്ഞിട്ടാണ് KNRCയുടെ റീച്ച് തുടങ്ങുന്നത്. കാപ്പിരിക്കാട് മുതൽ വളാഞ്ചേരി വരെ ഇവിടെ വരെ മാത്രമുള്ളൂ നമ്മുടെ ശിവാലയൻ്റെ റീച്ച്. അപ്പോൾ എന്താണ് അഭിപ്രായം നമ്മൾ ഈ റോഡിൻ്റെ വർക്ക് കണ്ടു കഴിഞ്ഞിട്ട്? അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ്. കാരണം പലരും എന്നോട് ചോദിച്ചാണ് എവിടേക്കാണ് എൻട്രിയും എക്സിറ്റും വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എൻട്രി എക്സിറ്റും കാര്യമായിട്ട് മാർക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ചില സ്ഥലത്ത് ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ അടയ്ക്കാനും സാധ്യതയുണ്ട്. ഇപ്പം എന്തായാലും പണികൾ പൂർത്തിയായ റോഡുകളിൽ എല്ലാ സ്ഥലത്തും എൻട്രിയും എക്സിറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ബൈപ്പാസുകളെല്ലാം പൂർണ്ണമായിട്ട് ടൗൺ ഒഴിവാക്കിയിട്ടാണ് കടന്നു വന്നത്. അതുകൊണ്ട് പല ആളുകളും തിരക്കോർത്തിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ബൈപ്പാസിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസുകളൊന്നും പൂർണ്ണമായിട്ട് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഈ അടുത്ത് തന്നെ നിങ്ങൾക്കറിയില്ല ഏറ്റവും വലിയ അപകടമാണ് നടന്നിരിക്കുന്നത് തൃപ്രാർ വെലപ്പാട് ബൈപ്പാസിൽ. ഒരു വണ്ടി ഇടിച്ചിട്ട് പൂർണ്ണമായിട്ട് ടോട്ടൽ ലോസ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇടക്കഴിയൂർ വെച്ചിട്ട് ഒരു ലോറി ഇടിച്ചിട്ടുണ്ട്. അതും ഓപ്പൺ ആയി കൊടുക്കാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായി യാത്ര ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.